വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ വറുത്തരച്ച് തനി നാടൻ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇതിനങ്ങനെ ഒരുപാട് ഉള്ളിയോ തക്കാളിയോ ഒന്നും വേണ്ട, ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. പ്രഷർ കുക്കറിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ഹോൾ സ്പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തിൻ സ്ലൈസസ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറിപ്പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം വലുതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് ഉടഞ്ഞ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് അപ്പം തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ്റെ കൂടെ തന്നെ ഒരു ലാർജ് പൊട്ടറ്റോ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ മതി. അപ്പോഴത്തേക്കും ചിക്കനും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരു അരമുറി തേങ്ങ ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു ഫ്രൈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം, ഒന്നോ രണ്ടോ അല്ലി ചുമന്നുള്ളി, ഞാൻ ചുമന്നുള്ളി ഇല്ലാത്ത കാരണം സവോളയുടെ ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. ഇത്രയും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവർ നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറി നല്ല അടിപൊളിയായിട്ട് കിട്ടുക. ഇപ്പം നമ്മുടെ കുക്കറിലുള്ള സാധനമൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ മാറ്റിയതാണ്. കുക്കർ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്കൊക്കെ ഈ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അവസാനം ആവശ്യത്തിന് മല്ലിയിലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. നമ്മളിതിന് ചെറിയ ഉള്ളി വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 5-6 അല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തനി നാടൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്